ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ റീഡിങ്സ് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ എനർജി എനിക്ക് ലഭിക്കുകയുള്ളൂ. ആൻഡ് ഓൾസോ ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് അത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിക്കോട്ടെ, അവരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിനക്ക് പകരം എനിക്ക് മറ്റാരെയും സ്നേഹിക്കാനാവില്ല. നിങ്ങളുടെ യഥാർത്ഥ മൂല്യം ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത്, ഏത് മനോഭാവത്തിലാണുള്ളത്, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ ഈ പേഴ്സൺ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, നിങ്ങളുടെ സ്നേഹത്തിന്റെ വില ഈ വ്യക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ നോക്കാം. ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ കിട്ടുന്ന എനർജീസ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മൾ പറയും. അപ്പൊ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ യെസ്, വാവ്, വെരി ഗുഡ്, സക്സസ് ആണ് കാണിക്കുന്നത്. പേഴ്സണൽ ഓർ പ്രൊഫഷണൽ അച്ചീവ്മെന്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ സ്വന്തമായിട്ട് ഉയരണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ നടന്നിരുന്ന ഒരു രീതി എന്ന് പറയുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം, സംഭവിക്കുന്നത് പോലെ സംഭവിക്കട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, എന്താണോ വിധി അതുപോലെ നടക്കട്ടെ, ആ ഒരു മെന്റാലിറ്റി ആയിരുന്നു ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പേഴ്സണൽ പരമായിട്ട്, വ്യക്തിപരമായിട്ടും ഈ വ്യക്തി ചെയ്യുന്ന, അതായത് ഈ വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ ഈ പേഴ്സൺ ചെയ്യുന്ന ജോലി എന്താണോ അതിലും വിജയം കണ്ടെത്താനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രൊഫഷണൽ പരമായിട്ടും അതുപോലെ വ്യക്തി ജീവിതത്തിലും, അതായത് താൻ ചെയ്യുന്ന ജോലിയിലും അതുപോലെ വ്യക്തി ജീവിതത്തിലും, പ്രൊഫഷണൽ ലൈഫിലും വ്യക്തി ജീവിതത്തിലും വിജയം കൊണ്ടുവരണം എന്നുള്ള ഒരു ചിന്താഗതിയോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയത്തിലേക്കാണ്, അല്ലെങ്കിൽ വിജയത്തിനെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണ്. അവിടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വരും, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വരും, അങ്ങനെ ഇപ്പോൾ പല തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വരും. അതുപോലെ പ്രൊഫഷണൽ ലൈഫ്, അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അതും ഇതുപോലെ തന്നെ വിജയം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതും അതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതും. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വിഷസ് ഫുൾഫിൽഡ് എന്നാണ്. ഇവിടെ ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരുപാട് ആഗ്രഹങ്ങൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുമായിട്ട് അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം, ഈ രീതിയിൽ മുന്നോട്ട് പോകണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നിന്ന കാര്യങ്ങൾ വർക്കൗട്ട് ആക്കി എടുക്കണം, ഇത്രയും കാര്യങ്ങൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഒരുപാട് ആഗ്രഹം ഈ വ്യക്തിക്കുണ്ട് നിങ്ങളുടെ കാര്യത്തിൽ. അപ്പോൾ അതെല്ലാം എങ്ങനെയെങ്കിലും, ആ ആഗ്രഹങ്ങളെല്ലാം എങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്യണം, അതായത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണം, അത് പൂർത്തീകരിക്കണം, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ പേഴ്സൺ ഇപ്പോൾ എന്താഗ്രഹം ഉണ്ടെങ്കിലും, അത് നിങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നതായിക്കോട്ടെ, എന്താഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് ഫുൾഫിൽ ചെയ്യണം, അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ചെയ്സർ ആണ്. ഐ ഡോണ്ട് വാണ്ട് ടു ചെയ്സ് എനിമോർ എന്നാണ്. അതായത് ഈ പേഴ്സൺ ഒരുപക്ഷെ ഒരുപാട് നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, ഈ പേഴ്സൺ നിങ്ങളെ തൊട്ടേരും പിടിച്ചേനും ഒക്കെ നിങ്ങളെ എന്താ പറയാ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, നിങ്ങളുടെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അനാവശ്യമായിട്ട് സംശയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. എന്തുകൊണ്ടോ അങ്ങനത്തെ ഒരു എനർജി ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ അത് മാറ്റിമറിക്കാൻ പോവാണ്. ഐ ഡോണ്ട് വാണ്ട് ടു ചെയ്സ് എനിമോർ എന്നാണ്. ഇനി എനിക്ക്
നിന്റെ പുറകെ നടക്കേണ്ട ആവശ്യം എനിക്കില്ല, അല്ലെങ്കിൽ ഞാൻ നിന്റെ പുറകെ അനാവശ്യമായിട്ട് നടക്കുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അപ്പോൾ അനാവശ്യമായിട്ട് ചിലപ്പോൾ നിങ്ങളെ സംശയം ഉണ്ടാകാം, എപ്പോഴും നിങ്ങളുടെ പുറകെ നടക്കാം, നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ അനാവശ്യമായിട്ട് ഈ പേഴ്സൺ ചെയ്തിരുന്നെങ്കിൽ ഇനി അങ്ങനെ അങ്ങോട്ട് ചെയ്യാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ പേഴ്സൺ പറയുന്നത്. അത് ഒരു കണക്കിന് വെച്ച് നോക്കുമ്പോൾ നല്ല കാര്യമാണ്. അത് അനാവശ്യമായിട്ടൊക്കെ നിങ്ങൾക്കിടയിൽ അത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിർത്തിവെക്കാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. എന്താണ് ഈ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. വാവ്, ഹാപ്പി കാർഡാണ്. അതായത് സന്തോഷം സന്തോഷം, അതായത് ഇവിടെ സന്തോഷം കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഈ വ്യക്തിയുടെ നിങ്ങൾക്കും ഈ വ്യക്തിക്കും ഇടയിലുള്ള തെറ്റിദ്ധാരണകളായിരിക്കാം, അല്ലെങ്കിൽ കുറ്റവും കുറവുമായിരിക്കാം. ഇപ്പൊ നിങ്ങളുടെ കുറ്റവും കുറവും ഈ വ്യക്തി പറയാ, ഈ വ്യക്തിയുടെ കുറ്റവും കുറവും നിങ്ങൾ പറയാ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കണം. അപ്പോൾ അവിടെ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ പ്രശ്നങ്ങൾ വരുന്നു, വാക്ക് തർക്കങ്ങൾ വരുന്നു, ഇഷ്ടക്കേടുകൾ വരുന്നു, ഇഷ്ടമില്ലാത്ത ഒരുപാട് സന്ദർഭങ്ങൾ വരുന്നു. ഇതെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തേർഡ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ തല്ലുന്നത്, വിത്തൗട്ട് എനി റീസൺ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റീസൺ ഉണ്ടാവില്ല, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കാം. അതിനോടൊന്നും ഈ പേഴ്സൺ ഇനി താല്പര്യമില്ല എന്നാണ് കാണിക്കുന്നത്. കാരണം സന്തോഷമാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു സ്പിരിച്വൽ ഒരു ഇതെന്ന് പറയുന്നത് ടീച്ചർ അവേക്കനിങ്സ് ആണ്. അവേക്കൻ, യു ഹാവ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു ഷെയർ, ഫോളോ ദ ഇന്നർ കോൾ, ഡോണ്ട് ലെറ്റ് എനി വൺ സ്റ്റോപ്പ് യു ആണ്. അതായത് ഈ പേഴ്സൺ പല കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും ഷെയർ ചെയ്യണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജീവിത പാഠമാണ്. അത് ഈ പേഴ്സണെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ജീവിത പാഠമാണ്. ആ ഒരു പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. ഈ പേഴ്സൺ ആദ്യം വിചാരിച്ചിരുന്നത് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, ധാരാളം തടസ്സങ്ങളുണ്ട്, അങ്ങനെയൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആർക്കും ഈ വ്യക്തിയെ തോൽപ്പിക്കാനാവില്ല. ആർക്കും ഈ വ്യക്തിയെ തോൽപ്പിക്കാനാവില്ല, ആർക്കും ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും അകറ്റാനായിട്ട് സാധിക്കില്ല. ഇങ്ങനെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. ഓക്കെ, കാരണം ഡോണ്ട് ലെറ്റ് എനിത്തിങ് ടു സ്റ്റോപ്പ് യു എന്നാണ്. അതായത് ഒന്നിനും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ശക്തിക്കും ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും അടർത്തി മാറ്റാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഈ വ്യക്തിക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളതും ഈ വ്യക്തി തിരിച്ചറിയുകയാണ്. ഓക്കെ, അതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ ക്യൂൻ ഓഫ് സ്ക്രോൾസ് ആണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത് നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത് മാത്രമല്ല, നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്, അതുപോലെ തന്നെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പോകുന്ന വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എനർജിയിലേക്ക് വരാനാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു എനർജി ലെവലിലേക്ക് വരാനാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ തയ്യാറാവുന്നില്ലായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ യെസ് പറയുമ്പോൾ ഈ പേഴ്സൺ നോ പറയും, നിങ്ങൾ പോണം എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ പോവണ്ട എന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ജീവിതം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക്, നിങ്ങളുടെ എനർജി എന്താണോ ആ ഒരു എനർജിയിലേക്ക് എത്തിച്ചേരാനാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സംതിങ് എന്തൊക്കെയോ ഒരു ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. സമ്മർ ആൻഡ് വിന്റർ ആണ്. ഇത് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് സമ്മർ ആണ്. ഇപ്പോൾ വിന്റർ ഏകദേശം കഴിയാറായി, ഇനി സമ്മർ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതായത് സമ്മർ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഫെബ്രുവരി തൊട്ടൊക്കെ ചൂടുകാലം തുടങ്ങി മാർച്ച്, ഏപ്രിൽ, മെയ്
ഇതൊക്കെയാണ് സമ്മർ ആ ഒരു മാസങ്ങളായിട്ട് വരുന്നത്. ഈ ഒരു മാസത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും. അതൊരു സന്തോഷ വാർത്തകളായിരിക്കാം, പുതിയ തീരുമാനങ്ങളായിരിക്കാം, പുതിയ അറിവുകളായിരിക്കാം, സന്തോഷം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമ്മർ, ഇനി വരാൻ പോകുന്നത് സമ്മർ കാലഘട്ടമാണ്, ഈ സമ്മറിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കൂൾ യുവർ ഇമോഷൻസ് ആണ്. ഫുൾ മൂൺ ഇൻ ഏരീസിലാണ് നിൽക്കുന്നത്. അതായത് ഈ പേഴ്സൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളുമായിട്ട് തല്ലുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ടാകാം, പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാകാം, വാക്ക് തർക്കങ്ങൾ നടന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ പേഴ്സണ് ഭയങ്കരമായിട്ട് ദേഷ്യവും വരുന്നുണ്ടാകാം, അതുപോലെ സങ്കടവും വരുന്നുണ്ടാകാം. ഓക്കെ, ദേഷ്യവും വരുന്നുണ്ടാകാം, അതുപോലെ സങ്കടവും വരുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമുക്കിവിടെ ഈ പേഴ്സൺ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂൾ യുവർ ഇമോഷൻസ് എന്നാണ്. ആ ഒരു ഇമോഷണൽ പരമായിട്ടുള്ള അവസ്ഥയെ എന്താ പറയുക, ശാന്തമാക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളോടാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടാകാം, നിങ്ങളോട് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാകാം, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഈ പേഴ്സണ് പലതരത്തിലുള്ള ദേഷ്യവും വരുന്നുണ്ടാകാം. അത് ചിലപ്പോൾ തേർഡ് പാർട്ടി കാരണമൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങളോടുള്ള ഇമോഷൻസ് ശാന്തമാക്കാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സമാധാനപരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പേഴ്സന്റെ ആ ഒരു ഇമോഷൻസിനെ ശാന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഓൾസോ ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ഫിനാൻഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സ്. ധാരാളം വിഷമങ്ങൾ ഈ വ്യക്തിക്കുണ്ട്, സാമ്പത്തിക പരമായിട്ടും ഇമോഷണൽ പരമായിട്ടൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ചെയ്ത് തീർക്കണം. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, മനസ്സിലായോ? ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് അതൊക്കെ എങ്ങനെയെങ്കിലും നിറവേറ്റണം, അതൊക്കെ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, അതെങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണം, വൃത്തിയായിട്ട് തീർക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ മൂല്യം ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ വ്യക്തി വളരെ പോസിറ്റീവായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പോസിറ്റീവായിട്ടാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 കഴിഞ്ഞുപോയ വർഷമാണ്. സംതിങ് സ്പെഷ്യൽ. രോഹിണി നാള് കിട്ടിയിട്ടുണ്ട്. ഇടുക്കി 15-ാം തീയതി, 19-ാം തീയതി, പൂരം നാള്, 2008, ട്രസ്റ്റ് ഇഷ്യൂസ്, വിശ്വാസക്കുറവുകൾ ഉണ്ടായിട്ടുണ്ടാകും. ടീച്ചർ പ്രൊഫഷൻ കിട്ടിയിട്ടുണ്ട്. 7th month, 1 year. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങളുടെ എനർജി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.